സോ ഗൈസ്, സ്പോർട്സ് പവേർഡ് ബൈ ഫിഫ 2022 വരെ അവരുടെ ലൈസൻസിങ് പാർട്ട്ണറായിരുന്നു. പക്ഷേ 2022 ശേഷം ഫിഫയും സ്പോർട്സും തമ്മിൽ വേർതിരിഞ്ഞിട്ടുണ്ട്. സോ സ്പോർട്സ് അവരുടെ വേൾഡ് കപ്പ് പ്രഡിക്ഷൻസ് നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി 2010, 2014, 2018, 2022 വേൾഡ് കപ്പുകളിലെ വിജയികളെ കൃത്യമായി പ്രവചിച്ചിട്ടുള്ള സ്പോർട്സിൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. 2026 പ്രഡിക്ഷൻസ്. 2010 അവർ കൃത്യമായി വിജയികളെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനലിൽ 2010 ഫൈനലിൽ അന്ന് എസ്പാനിയ വേഴ്സസ് നെതർലാൻഡ്സ് മത്സരം. ആഫ്റ്റർ 90 minutes 0-0 ആൻഡ് ഇനിയസ്റ്റയുടെ ഗോളിലൂടെ എസ്പാനിയ 2010 ചാമ്പ്യൻസ് ആയപ്പോൾ സ്പോർട്സ് അത് 2 മാസങ്ങൾക്ക് മുന്നേ സ്പോർട്സ് പ്രവചിച്ച വിജയി അത് അതേപോലെ തന്നെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു 2010. അതിനുശേഷം 2014 ഫിഫ വേൾഡ് കപ്പ് ബ്രസീലിൽ വെച്ച് നടന്നപ്പോൾ അവരത് നടക്കാൻ പോകുന്ന 1-2 ആഴ്ചകൾക്ക് മുന്നേ തന്നെ അവരുടെ വിജയികളെ ബൈ ദ സിമുലേഷൻ ഗെയിം സിമുലേറ്റ് ചെയ്തിട്ട് അവർ വിജയികളെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അത് ജർമ്മനി തന്നെ ആയിരുന്നു കറക്റ്റ്. അതേപോലെ ഫൈനലിൽ സാക്ഷാൽ ലയോണൽ മെസ്സിയുടെ അർജൻറ്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 2014 ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ നടന്ന ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യൻസായിട്ട് ജർമ്മനി അന്ന് ലോകത്തിന് നെറുകയിലെത്തിയപ്പോൾ അതും സ്പോർട്സ് ചാനൽ വളരെ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അതേപോലെ തന്നെ സംഭവിച്ചു. അതിനുശേഷം 2018 റഷ്യ വേൾഡ് കപ്പിൽ അവർ കഴിഞ്ഞ വേൾഡ് കപ്പുകളിൽ സംഭവിച്ച അതേപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു 2 weeks മുന്നേ തന്നെ അവർ പ്രഡിക്ഷൻസ് നടത്തി. അത് ഫ്രാൻസ് വിജയിക്കും എന്ന് തന്നെയായിരുന്നു. ഫ്രാൻസ് ആയിരുന്നു 2018 ചാമ്പ്യൻസ് എന്ന് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഘട്ടം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സ്പോർട്സ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗെയിം സിമുലേഷൻസ് പ്ലാൻ അനുസരിച്ചുകൊണ്ട്. സോ അതേപോലെ തന്നെ 2010-ലും 2014 എന്താണ് സംഭവിച്ചത് അതേപോലെ തന്നെ 2018 റഷ്യ വേൾഡ് കപ്പിൽ കൃത്യമായി ഫ്രാൻസ് തന്നെ ചാമ്പ്യൻസായി. അന്ന് കിലിയൻ എംബാപ്പെ ദ ഗോൾഡൻ ബോയ് അവാർഡ് നേടുന്നുണ്ടായിരുന്നു. അതിനുശേഷം 2022 ഖത്തർ വേൾഡ് കപ്പിലോട്ട് വരുമ്പോൾ അന്നും അവരിതേപോലെ അർജൻറ്റീനയായിരിക്കും 2022 ഖത്തർ വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എന്ന് അവരത് മുൻകൂട്ടി പ്രവചനം നടത്തിയിരുന്നു. വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഘട്ട നറുക്കെടുപ്പിന് ശേഷം വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ. സോ അതേപോലെ തന്നെ സാക്ഷാൽ ലയോണൽ മെസ്സി കിരീടമില്ലാത്ത രാജാവ് ആയിരുന്നു എങ്കിൽ 2022 വരെ അങ്ങനെ ആയിരുന്നെങ്കിൽ 2022 വിശ്വ കിരീടം ചൂടി ലയോണൽ മെസ്സി ലോകത്തിന് നെറുകയിലെത്തി. അത് നെറുകയിലെത്തും എന്ന് വേൾഡ് കപ്പിന് മുന്നേ തന്നെ വ്യക്തമായി പ്രവചിച്ചാണ് സ്പോർട്സ്. അതിനുശേഷം അവരുടെ 2026 വേൾഡ് കപ്പ് പ്രഡിക്ഷനിലോട്ട് കടക്കുകയാണ്. 2026 വേൾഡ് കപ്പ് പ്രഡിക്ഷൻസ് അവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അവർ വേൾഡ് കപ്പ് പ്രഡിക്ഷൻസ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് മറ്റാരുമല്ല, 2026 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് എസ്പാനിയ, ലാമിനെ യമാലിൻ്റെ എസ്പാനിയ ആയിരിക്കും 2026 ചാമ്പ്യൻസ് എന്നാണ് അവർ പറയുന്നത്. എസ്പാനിയയുടെ സ്പെയിനിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലെടുത്ത ഒരു ഫോം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ അടുത്ത് നടന്ന യൂറോ ചാമ്പ്യൻസ് ആയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്നിട്ടുള്ള നാഷൻസ് ലീഗിൽ അവർ ഫൈനലിൽ വരെ എത്തിയ ടീമാണ്. സോ അവരായിരിക്കും 2026 ചാമ്പ്യൻസ് എന്ന് സ്പോർട്സ് പറയുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. കാരണം 2022 വരെ ഫിഫയായിട്ട് ഇവർക്കൊരു പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. സ്പോർട്സും ഫിഫയും തമ്മിൽ ലൈസൻസിങ് കരാറുണ്ടായിരുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ വേൾഡ് കപ്പാണ് ഇത്, 2026 വേൾഡ് കപ്പ്. അതിനുശേഷം സ്പോർട്സ് പ്രഡിക്റ്റ് ചെയ്യുന്ന വിജയിയാണ് സ്പെയിൻ. സോ നമുക്ക് കണ്ടു തന്നെ അറിയാം ആരായിരിക്കും 2026 വിശ്വ കിരീടം ചൂടുക എന്നത്.